നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ലെങ്കിൽ എനിക്ക് ചില ക്രൂരതകളൊക്കെ ചെയ്യേണ്ടി വരും. അനിയത്തി ഇന്ന് തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. വേണ്ട, എന്റെ കാലിട്ടോ. എന്നാലേ കാലും കൊണ്ട് വെച്ചേ. ഞാൻ മുമ്പ് പാചകം ചെയ്തിട്ടുണ്ട്, ചില സ്പെഷ്യൽ വിഭവങ്ങൾ. അതെ, എന്റെ തറവാട്ടിൽ നിന്ന് പഠിച്ചതാ. പക്ഷെ ഇപ്പൊ ടച്ച് വിട്ടു പോയില്ലേ? ചെറിയമ്മേ, വെറുതെ ഡിമാൻഡ് കൂട്ടല്ലേ. ഈ വിഷയത്തില് കണ്ണും പൂട്ടി ചെറിയമ്മ എന്റെ കൂടെ നിൽക്കാന്ന് വാക്ക് തന്നതാ, അറിയാലോ. പിന്നെ പ്രിയങ്ക എന്നോട് സഹായം ചോദിച്ചിട്ടുണ്ട്. കിട്ടുന്ന മാലയുടെ വിലയുടെ നേർപകുതി അതവൾ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ അതിനിടയിൽ അങ്ങനെ ഒരു ബിസിനസ് നടന്നല്ലേ. എങ്കി പിന്നെ ചെറിയമ്മ അവളുടെ കൂടെ നിന്നോ. ഇത്രയും നാളും കൂടെ നിന്ന ആളെ ഒറ്റ കൊടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ. കണിമംഗലത്തെ മരുമകളായി ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടേയില്ല. അതിനുള്ള യോഗ്യത അവൾക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പാരമ്പര്യവും പ്രൗഢിയുള്ള കുടുംബത്തിൽ ജനിച്ച് നീ തന്നെ ജയിച്ചാ മതി. അവള് പറഞ്ഞ ഓഫർ ചെറിയമ്മയുടെ മനസ്സിൽ കിടന്ന് കളിക്കല്ലേ. മാല സ്വന്തമായിട്ട് കിട്ടിയാ ഞാനും അത് തന്നെ ചെയ്യാം. എങ്കിൽ ശരി, ഈ പാചക മത്സരത്തിൽ നിന്നെ ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്താ. കണിമംഗലത്തുകാര് ഒരേ സ്വരത്തില് നിന്റെ പാചകത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. ഞാൻ പ്രൗഢിക്കും പ്രതാപത്തിനൊന്നും ചേരില്ല. ഈ പാചകത്തിൽ എനിക്കൊന്ന് കാണണം. ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നോണ്ടാണോ താരത്തിന് ഇത്ര ജാട? ചില ആളുകൾക്ക് അല്പം പബ്ലിസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തലക്കനം കൂടുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ പെട്ടെന്നായിപ്പോയി. അതെ, എനിക്ക് തിരക്കുണ്ട്. എനിക്ക് തിരക്കില്ല. കേറി പിടിക്കാനൊന്നുമല്ല, എനിക്കൊരു സാധനം എടുക്കണം ഇതിൻ്റെ അകത്തുനിന്ന്. എന്റെ കൊലുസല്ലേ ഇത്? അല്ല, ഇതെന്റെ കൊലുസാണല്ലോ. അതെ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയ സമ്മാനം. ഞാനത് സൂക്ഷിച്ചു വെച്ചു. ഇതെനിക്ക് കിട്ടിയ എന്നാന്നറിയോ? തന്നോട് പറഞ്ഞില്ലേ ഇനി ഫോട്ടോ എടുക്കരുത്. ഈ കുട്ടികളുടെ അച്ഛന്മാർക്ക് വന്നല്ലേ തന്റെ ക്യാമറ തല്ലി പൊളിക്കും. അതിങ്ങത്താ തരാം, പക്ഷേ കയ്യിൽ തരില്ല. പിന്നെ കൊലുസ് കാലിലല്ലേ ഇടേണ്ടത്? കാലിലിട്ട് തരാം. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട.
ഇത്ര നാളെ കൊലുസില്ലാതെ ആണല്ലോ ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം. അപ്പോ ഈ കൊലുസ് ഞാൻ അണിയിച്ചു തരാൻ സമ്മതിക്കില്ലെന്നാണോ? സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എങ്കി ഞാൻ ഇതൊരു മാലാഖയുടെ കാലിലണിയിക്കും. മാലാഖ്യോ? അതെ, ഇന്ന് വെളുപ്പിന് കണിമംഗലത്ത് ഒരു മാലാഖ വന്നിരുന്നു. ആ മാലാഖ നിസാരക്കാരിയൊന്നുമല്ല, അത് നല്ല സുന്ദരിയ. ആ മാലാഖയ്ക്ക് വീട്ടുജോലികളൊക്കെ നന്നായിട്ട് അറിയാം. ആ മാലാഖ വെളുപ്പിന് വീട്ടിലേക്ക് വന്ന് കയറി വീട് മുഴുവൻ വൃത്തിയാക്കി. വീട് വൃത്തിയാക്കി പൂജാമുറി ശുദ്ധം ചെയ്തു. അപ്പൊ മാലാഖ നല്ലവളല്ലേ? അപ്പോ ഞാനിത് അവളുടെ കാലിൽ അണിയിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ വന്നത് എങ്ങനെ കണ്ടത്? ഓ, താനായിരുന്നു വന്നത്? ശോ, പറഞ്ഞപ്പോഴാ മനസ്സിലായത്. സോറി, ഞാനേ പ്രിയങ്കയെ സഹായിക്കാൻ വേണ്ടിയാ വന്നത്. അവൾക്ക് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി. ആരോടും പറയരുത്. ഇല്ല, പകരം എനിക്ക് എന്ത് തരും? പറ. ഞാൻ കണ്ട കാര്യങ്ങൾ കണിമംഗലത്തുള്ളവരോട് പറഞ്ഞാൽ അനീത്തിയുടെ കള്ളത്തരം പിടിക്കപ്പെടും. അതോടെ ചിലപ്പോ എല്ലാരും കൂടെ ചേർന്ന് കണിമംഗലത്ത് നിന്ന് അവളെ പുറത്താക്കിയെന്നും വരും. അത് ചെയ്യാതിരിക്കാൻ എന്താ വേണ്ടെന്ന് മാലാഖയ്ക്ക് തന്നെ തീരുമാനിക്കാം. പറയാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ, ചോദിക്കാനാണെങ്കിൽ കുറെ അധികമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ഈ കൊലുസ് എന്റെ പെണ്ണിന്റെ കാലിലണിയിക്കണം. നിർബന്ധാണോ? ആ, നിർബന്ധമാണ്. അല്ലെങ്കിൽ എനിക്ക് ചില ക്രൂരതകളൊക്കെ ചെയ്യേണ്ടി വരും. അനിയത്തി ഇന്ന് തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുകൊണ്ട് വരും. വേണ്ട, എന്റെ കാലിലിട്ടോ. ആ, എന്നാലേ കാലും കൊണ്ട് വച്ചേ. കൊലുസിടാൻ വേണ്ടി കാല് വെച്ച് വേറൊന്നും പറ്റില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.